നമ്മൾ ഇനി പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കാഴ്ചകളിൽ ഒന്ന് കാണാനാണ്. എന്താണ് ആ വികസന കാഴ്ച? നമ്മുടെ ദേശീയപാത 702 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ദേശീയപാത തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എത്തിച്ചേരുമ്പോൾ ആ ദേശീയപാതയുടെ 590 കിലോമീറ്ററും പണി പൂർത്തിയായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഈ പണി പൂർത്തിയായി കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ എത്ര സമയം വേണ്ടിവരുമായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേറൊന്നും വേണ്ട. ഇപ്പോൾ ഒരു പ്രാഥമിക കണക്കുകൂട്ടൽ പ്രകാരം 9 മണിക്കൂർ കൊണ്ട് ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എത്താൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ വന്ദേ ഭാരത് എത്തുന്ന ഏകദേശ സമയത്തോടനുബന്ധിച്ച് അടുത്തു തന്നെ നമുക്ക് റോഡിലൂടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് എത്താൻ കഴിയും. കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ, കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിപ്പിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ഈ ദേശീയപാതയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, ഗുഡ് മോർണിംഗ്. എനിക്കിനി സിജുവിനെ കാണാൻ കാസർഗോട്ടേക്ക് എത്താൻ ഈ ദേശീയപാത പൂർത്തിയായി കഴിഞ്ഞാൽ വെറും 9 മണിക്കൂർ മതി സിജു. ഞാനിവിടുന്ന് രാവിലെ കയറിയാൽ വൈകുന്നേരം നമുക്ക് അവിടെ പരസ്പരം കാണാൻ കഴിയും. കേരളത്തിന്റെ ഗതാഗത ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമാണ് ആ സമയപരിധി എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ വികസന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ദേശീയപാത 6 വരിപ്പാത നിർമ്മാണം എന്നുള്ളത്. കേരളത്തിലെ എല്ലാ മേഖലകളിലെയും ജനങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയുന്ന ഒരു വികസനമായി അതിൻ്റെ നിർമ്മാണ പുരോഗതി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു സൂചിപ്പിച്ചതുപോലെ 702 കിലോമീറ്ററാണ് ആകെ ദേശീയപാതയിൽ 6 വരിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 590 കിലോമീറ്ററും പൂർത്തിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി അവശേഷിക്കുന്നത് 16 സ്ട്രെച്ചുകളാണ്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 11 സ്ട്രെച്ചുകളാണ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്നത്. അതിൽ ചില സ്ട്രെച്ചുകളിൽ മാത്രമാണ് നിർമ്മാണത്തിൽ ചെറിയ പ്രശ്നങ്ങളുള്ളത്, നിർമ്മാണ പുരോഗതി മന്ദഗതിയിലുള്ളത്. അത്തരം മേഖലകളിൽ നിർമ്മാണം അതിവേഗത്തിലാക്കണമെന്നും കരാറുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ പൂർത്തിയായ 6 വരിപ്പാതയിലൂടെ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് എത്താൻ നമുക്ക് ആകെ 9 മണിക്കൂർ മതിയാകുമെന്നുള്ളതാണ്. തിരുവനന്തപുരം കൊച്ചി 3 മണിക്കൂർ വേഗത്തിൽ സമയപരിധി കൊണ്ട് എത്താൻ കഴിയും. അവിടെ നിന്ന് 6 മണിക്കൂർ കൊണ്ട് കാസർഗോട്ടേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. വടകര, തുറവൂർ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ കരാറുകാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ നിർമ്മാണം മന്ദഗതിയിലായിട്ടുണ്ട്. ഇത്തരം മേഖലകളിലാണ് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഞാൻ സൂചിപ്പിച്ചു 11 സ്ഥലങ്ങളിലാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ആദ്യം നിർമ്മാണം പൂർത്തിയാക്കിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തലപ്പാടി ചെങ്കള റീച്ച്, വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ച്, രാമനാട്ടുകര വളാഞ്ചേരി, കോഴിക്കോട് ബൈപ്പാസ്, നീലേശ്വരം ടൗണിലെ ROB അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇടപ്പള്ളി വൈറ്റില അരൂർ, കാരോട് മുക്കോല കഴക്കൂട്ടം ആകാശപാത, തലശ്ശേരി മാഹി ബൈപ്പാസ്, മൂരാട് പാലോളിപ്പാലം എന്നിവയാണ് ഇപ്പോൾ ഗതാഗതത്തിനായി പൂർണ്ണ തോതിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, 2016 ദേശീയപാത LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ദേശീയപാത അതോറിറ്റി ഇവിടെ ഓഫീസുകൾ അടച്ചുപൂട്ടി കേരളത്തിൽ ദേശീയപാത വികസനം സാധ്യമല്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയതാണ്. അവിടെ നിന്നാണ് ഈ കാണുന്ന രീതിയിലേക്ക് ദേശീയപാതയെ മാറ്റിയെടുത്തത്. ഒരു ഗതാഗത രംഗത്തുണ്ടായ വിപ്ലവം എന്ന് തന്നെ പറയാം. രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം ഭൂമി ഏറ്റെടുക്കലിന് ദേശീയപാത നിർമ്മാണത്തിന് പണം ചെലവഴിച്ചതും കേരളമാണ്. 5580 കോടി രൂപ ചെലവഴിച്ചാണ് സ്ഥലം ഏറ്റെടുത്ത് നൽകി ഇന്ന് കാണുന്ന രീതിയിലേക്ക് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ കാണുന്ന കാഴ്ചയ്ക്ക് പിന്നിൽ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ ഈ ദേശീയപാത 66 നിർമ്മാണ പുരോഗതി ഓരോ സ്ട്രെച്ചിലും എത്രത്തോളമാണ് എന്നുകൂടി നമുക്ക് നോക്കി പോവാം. ചെങ്കള നീലേശ്വരം റീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്നു ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ ഇടപെടലിന് ശേഷം ഇപ്പോൾ നിർമ്മാണം 86% പൂർത്തിയായിരിക്കുന്നു. പിന്നീട് നീലേശ്വരം തളിപ്പറമ്പ് റീച്ച്, ഇവിടെ നിന്ന് തന്നെയാണ് നീലേശ്വരം തളിപ്പറമ്പ് റീച്ച് ആരംഭിക്കുന്നത്. അവിടെ ഇപ്പോൾ 87% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് മുഴപ്പിലങ്ങാട് റീച്ചിൽ
82%, കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വെങ്ങളം റീച്ചിൽ 64%. അവിടെ അല്പം മന്ദഗതിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വടകര മേഖലയിലാണ് ഈ പ്രശ്നമുള്ളത്. കോഴിക്കോട് ബൈപ്പാസിൻ്റെ അവശേഷിക്കുന്ന ഭാഗം 52% പൂർത്തിയായിട്ടുണ്ട്. കാപ്പിരിക്കാട്, തളിക്കുളം, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ ഉൾപ്പെടുന്ന മേഖലയാണ്. ഈ മേഖലയിൽ 88% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. തളിക്കുളം, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ജില്ലയിലെ ഭാഗമാണ്. 87% പൂർത്തിയായത്. അരൂർ തുറവൂർ മേൽപ്പാലം ആലപ്പുഴയിലാണ്. 70% പൂർത്തിയായിട്ടുണ്ട്. പരവൂർ, കൊറ്റുകുളങ്ങര, ആലപ്പുഴ ജില്ലയിലാണ്. 66% പൂർത്തിയായത്. തുറവൂർ, പരവൂർ ആലപ്പുഴ ജില്ലയിലാണ്. 72% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കൊറ്റുകുളങ്ങര, കൊല്ലം ജില്ലയിലാണ്. ഇവിടെ 72% നിർമ്മാണം പൂർത്തിയായത്. 75% നിർമ്മാണം പൂർത്തിയായത്. കൊല്ലം കടമ്പാട്ടുകോണം കൊല്ലം ജില്ലയിൽ തന്നെയാണ്. 86% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച നിർമ്മാണ പുരോഗതി മന്ദഗതിയിലുള്ള ചില മേഖലകളിലൊന്ന് കഴക്കൂട്ടം കടമ്പാട്ട് കോണമാണ്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഉൾപ്പെടുന്ന മേഖല 46% മാത്രമാണ് ഇവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. ഏതായാലും അവശേഷിക്കുന്ന 16 സ്ട്രെച്ചുകളിൽ 6 സ്ഥലങ്ങളിലും 80% മുകളിൽ നിർമ്മാണം പൂർത്തിയായി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷ വാർത്ത. ഏതായാലും ദേശീയപാത അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം തന്നെ ഈ വർഷം അവസാനത്തോടുകൂടി ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഗതാഗത രംഗത്ത് സ്വപ്നതുല്യമായ ഒരു വികസനം നമുക്ക് നേരിട്ട് പൂർണ്ണതോതിൽ കേരളത്തിലൂടെ അനുഭവിച്ചറിയാൻ കഴിയും. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മനുവിന് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ കയറിയാൽ 9 മണിക്കൂർ കൊണ്ട് കാസർഗോട്ടെ വീട്ടിലെത്താൻ കഴിയുന്ന രീതിയിലേക്ക് വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിലെ ഗതാഗത രംഗത്ത് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം.